ബിൻഷ, യെസ് മാം. ഈ മാസം സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത ടോട്ടൽ സാലറി എത്രയാണ്? മാം ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. അതെന്താ ടാലിയിൽ റെക്കോർഡ് അല്ലേ? അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? കോസ്റ്റ് സെന്ററിനെ കുറിച്ച് അറിയില്ലേ? ഒരു കമ്പനിയിലെ എക്സ്പെൻസസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ടാലിയിൽ യൂസ് ചെയ്യുന്ന ടൂളാണ് കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്റർ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം F11 ഫീച്ചേഴ്സിൽ കോസ്റ്റ് സെൻറ്റർ എനേബിൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണോ എക്സ്പെൻസ് എൻ്റർ ചെയ്യേണ്ടത് ജസ്റ്റ് ആ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സാലറിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സാലറി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ 2 lakh ആണ് നമ്മുടെ സാലറി എന്നുണ്ടെങ്കിൽ 2 lakh എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടോ നമുക്ക് കോസ്റ്റ് സെൻറ്റർ റെക്കോർഡ് ചെയ്യാനുള്ളൊരു വിൻഡോ വന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യം സെയിൽസ് ക്രിയേറ്റ് ചെയ്യാം, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയാണോ നമ്മൾ സാലറി കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരും കോസ്റ്റ് സെൻറ്റർ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കോസ്റ്റ് സെൻറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ കോസ്റ്റ് സെൻറ്റർ കണ്ടില്ലേ, ഇതിൽ കോസ്റ്റ് സെൻറ്റർ സമ്മറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര സാലറി കൊടുത്തു, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര സാലറി കൊടുത്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.